ഗൈസ്, ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ആറ് മൊത്തം കലക്കലടിച്ച് നല്ല രീതിക്ക് വെള്ളം പെരുകി കിടക്കുവാണ്. ഇത്രയും കലക്കലിൽ ഇനി മീൻപിടുത്തം നടക്കില്ലെന്ന് മനസ്സിലാക്കി ആറ് മൊത്തം ഇങ്ങനെ പരതി നോക്കുമ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഐറ്റത്തിനെ കാണേണ്ട താമസം നമ്മൾ അതിന്റെ അടുത്തേക്ക് കുറ്റിയും പറിച്ചോണ്ട് ഓടുവാണ്. വെള്ളത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോ തന്നെ സത്യത്തിൽ നമ്മുടെ കിളി പോയിട്ടോ. വെള്ളത്തിൽ രണ്ട് വലിയ കണ്ണുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ്. സാധാരണയായി മുതലകളാണ് ഈ ഒരു രീതിയിൽ പൊങ്ങി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ മുതലകളെ കാണാനായി ഒരു ചാൻസും ഇല്ല. ഈ ഒരു ആറിന്റെ പ്രത്യേകത എന്തെന്നാൽ മിക്ക പെരുവെള്ളത്തിലും ഇവിടെ മലമ്പാമ്പുകൾ ഉൾപ്പെടെ പല ജീവികളെയും ഒഴുക്കിക്കൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മുതലയല്ല എന്നങ്ങോട്ട് തീർത്ത് പറയാനും കഴിയുന്നില്ല കേട്ടോ. എന്തെങ്കിലും എടുത്തെറിഞ്ഞ് കൺഫേം ചെയ്യാന്ന് കരുതി നോക്കുമ്പോൾ പരിസരത്തെങ്ങും ഒരു സാധനം ഇട്ട് കിട്ടാനില്ല. അവസാനം ഗതി കെട്ടിട്ട് സ്പോട്ടിൽ നിന്നിരുന്ന നാരങ്ങ പോലെ തോന്നിക്കുന്ന ഈ ഒരു കായും പിച്ചിക്കൊണ്ട് നമ്മൾ എറിയാൻ പോവുകയാണ്. കായും പിച്ചിക്കൊണ്ട് തിരിച്ച് സ്പോട്ടിൽ എത്തിയപ്പോൾ ഐറ്റം ഒരു ചലനവുമില്ലാതെ ആ ഒരു രീതിയിൽ തന്നെ അവിടെ കിടപ്പുണ്ട്. ഫസ്റ്റ് കാ എടുത്തെറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി സംഭവം നമ്മൾ ഭയക്കുന്ന പോലെ മുതലയല്ല. കാരണം ജീവനുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അനക്കം തട്ടുമ്പോൾ തന്നെ അത് വെള്ളത്തിൽ താന്നു പോയേനെ. എന്തായാലും സംഭവം മുതലയല്ലെന്ന് മനസ്സിലായെങ്കിലും യഥാർത്ഥ പണി ഇതിനു ശേഷമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ പിച്ചിയെടുത്ത കായുടെ കറ ഒരു വിധത്തിൽ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇനി ഇത് വിഷമുള്ളതാണോ ഇല്ലയോ എന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ഗതികെട്ട് ചെളി വെള്ളത്തിൽ കൈയും കഴുകി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.